നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന പോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണെന്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസിലെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞു തരുന്ന the area enclosed by the curves xy plus 4y equal to 16. അതൊരു കർവാണ്. അത് എന്ത് കർവാ? xy plus 4y equal to 16. അത് എന്ത് കർവാന്ന് നമുക്ക് ആദ്യം വേണം. അത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ അടുത്ത ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ 6. ആരാടാ എക്സ് പ്ലസ് വൈ ഈക്വൽ 6 എന്ന് പറഞ്ഞാൽ? ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ നമുക്കറിയാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുക, ഗ്രാഫ് വരക്കാൻ പോവാണ്. സോ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക? റെക്ടാങ്കുലർ ഹൈപ്പർബോള ആകുമ്പോൾ ഇതാണ് നമ്മുടെ ഇതാരാ എക്സ് വൈ പ്ലസ് 4y ഈക്വൽ ടു 16. അടുത്ത ആളാ എക്സ് പ്ലസ് വൈ ഈക്വൽ 6 അല്ലേ? അവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ 6 എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ അല്ലേ? ആ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഒരു ലൈൻ എങ്ങനെ നമ്മൾ വരക്കുക? ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ് കിട്ടിയ പോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ 6 ഏതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? 6,0 0,6 പാസ് ചെയ്യുന്നുണ്ടല്ലോ. വരക്കുക. ഒന്ന് 6,0, മറ്റേതാരാ 0,6. ഇതാണ് ആ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6. അപ്പോൾ ആ രണ്ടും എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഇതല്ലേ മക്കളെ? ഏരിയ ബിറ്റ്വീൻ കർവ്സ് അല്ലേ? നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. എങ്ങനെ ഏരിയ ബിറ്റ്വീൻ കർവ് പറഞ്ഞാൽ നമുക്കറിയാം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഇൻ്റഗ്രേഷൻ അല്ലേ? എങ്ങനെയാ? അപ്പർ കർവ് മൈനസ് ലോവർ കർവ് അല്ലേ? എടാ നമുക്കറിയാലോ. ഇങ്ങനെ എന്നാൽ എന്താ ഇൻ്റഗ്രേഷൻ? ഇത് എഫ് ഓഫ് എക്സും ഇത് ജി ഓഫ് എക്സും ആണ്. എങ്ങനെയാണ് ഇൻ്റഗ്രൽ? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എ ടു ബി ആണെന്ന് വിചാരിക്കും അല്ലേ? പിന്നെ അപ്പർ കർവിൻ്റെ ഇക്വേഷൻ മൈനസ് ലോവർ കർവിൻ്റെ ഇക്വേഷൻ, ഇതല്ലേ നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ? ഏരിയ ബിറ്റ്വീൻ കർവ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അതാണ് കണ്ടുപിടിക്കുന്നത് അല്ല. അതിന് ആദ്യം ഈ പോയിന്റും കണ്ടുപിടിക്കണ്ടേ? കാരണം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആരെ കാണണം? ഈ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ് കാണണം. അപ്പോൾ ഈ പോയിന്റും കാണണം, ഈ പോയിന്റും കാണണം. എങ്ങനെ കാണാം? 2 കർവുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് കാണാൻ ആ 2 കർവും സോൾവ് ചെയ്താൽ പോരെ. ഓക്കെ, സോ ഒന്നാമത്തെ കർവ് ആരാ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ വൈ ആരടാ? വൈ ഈക്വൽ ടു 6 മൈനസ് എക്സ് അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? ഞാൻ ഇവിടെ എഴുതാം. എക്സ് വൈ പ്ലസ് 4y ഈക്വൽ ടു ആരാ? 16 അല്ലേ? ഇവിടെ എനിക്ക് വൈനെ കോമൺ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ വൈ ആരാ? വൈ ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ആരാ? 16 അല്ലേ? വൈ ആരാന്നറിയാം. വൈ 6 മൈനസ് എക്സ് അല്ലേ? വൈ ആരാ? 6 മൈനസ് എക്സ് ആണ്. 6 മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 ആരാ? 16 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്യാം. അതൊരു മെത്തേഡാണ്. പക്ഷെ അല്ലാണ്ട് നിങ്ങൾക്ക് ബൈ ഇൻസ്പെക്ഷൻ ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കുക. അത് എത്താൻ പറ്റിയാൽ ഈസി അല്ലേ? എക്സിന് 4 കൊടുത്താലേ ഇത് സാറ്റിസ്ഫൈ ഇല്ലേ? ഓക്കെ, 6 മൈനസ് 4 2 ആണ്. 4 പ്ലസ് 4 8 ആണ്. 2 × 8 16 അല്ലേ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എക്സിന് -2 കൊടുത്താലോ? അപ്പോൾ നോക്കുക, 6 മൈനസ് -2 8 അല്ലേ? -2 പ്ലസ് 4 2 അല്ലേ? 8 × 2 എന്താ? 16 അല്ലേ? അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആരൊക്കെയാ? 4 ആവാം, -2 ആവാം. ഇത് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഒന്നും സോൾവ് ചെയ്തില്ല, ബൈ ഇൻസ്പെക്ഷൻ. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണുക, എക്സ് ഈക്വൽ -b + 1 - √b² - 4ac അല്ലെങ്കിൽ മിഡിൽ ടേമിൻ്റെ സ്പ്ലിറ്റിങ്ങോ എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യുക? സൊല്യൂഷനിലേക്ക് എത്തുക. ഇവിടെ എനിക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെ കണ്ടുപിടിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനി എന്താ? എക്സ് എന്താ? 4ഉം -2 ആണെന്ന് കിട്ടി. ഇനി നോക്കുക, എക്സ് 4ഉം -2 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെയാണ് എക്സ് -2. വൈ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ? ദെൻ ഇവിടെയാണ് എക്സ് എന്താവുക? 4 ആവുക. വൈ എന്തെങ്കിലും ആവട്ടെ. ഇത് ഗ്രാഫ് അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു റഫ് ഫിഗറാണ്. വെറുതെ ഗ്രാഫ് തെറ്റാന്നും പറയരുത്. ജസ്റ്റ് എന്താണ്? ഒരു റഫ് ഫിഗറാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ഇനി -2 മുതൽ 4 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇൻറ്റഗ്രൽ ഓഫ് -2 to 4 അല്ലേ? എന്താ വരിക? അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പർ കർവ് എക്സ് പ്ലസ് വൈ ഈക്വൽ 6 അല്ലേ? അപ്പോൾ അവിടെ വൈ എന്താ?
6 മൈനസ് എക്സ് അല്ലേ? അപ്പോൾ അപ്പർ കർവ് ആരാ? 6 മൈനസ് എക്സ്. ദ ലോവർ കർവ് ആരാ? അത് ലോവർ കർവ് എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ? അവിടെ വൈ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു എക്സ് പ്ലസ് 4 എന്താ? വൈ ഇൻറ്റു എക്സ് പ്ലസ് 4 എന്താണ്? 16 അല്ലേ? വൈ ആരാ? 16/x+4 അല്ലേ വരിക? അത് ഞാൻ എഴുതി. സോ അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താം. എന്താ വരിക? ഇൻ്റഗ്രൽ ഓഫ് 6 ആരാ? 6x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ആരാ? x²/2 മൈനസ് 16 ഇൻ്റഗ്രൽ ഓഫ് 1/x+4 ആരാ? log x+4 log mod x+4. ലോവർ ലിമിറ്റ് -2, അപ്പർ ലിമിറ്റ് ആരാ? 4 അല്ലേ? ഇനി എന്ത് ചെയ്യുക? ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താവും? 6 × 4 4 6 24 മൈനസ് 4² 16/2 അല്ലേ? എന്താ വരിക? 8 മൈനസ് 16 ലോഗ് 4 + 4 8. ഇതാണ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുക. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലോ? 6 × -2 അപ്പോൾ എന്താ? -12 മൈനസ് ഓഫ് x² -2 എന്താവും? -2² -2 4/2 2 മൈനസ് 16 ലോഗ് -2 + 4 എന്താ? 2 അല്ലേ? സോൾവ് ചെയ്യുക. എന്താ വരിക? 24 - 8 16 മൈനസ് 16 ലോഗ് 8 എന്ന് പറഞ്ഞാൽ ലോഗ് 2³ അല്ലേ മക്കളെ? 8 ആരാ? 2³ ആണ്. ഓക്കെ. ദെൻ -12 -2 എന്താ? -14 അല്ലേ? മൈനസ് ഓഫ് -14 എന്താ? +14. ദെൻ മൈനസ് ഓഫ് -16 എന്തായി? +16 log 2 അല്ലേ? എടാ ലോഗിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാലോ. ഈ 3നെ പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ എന്താവും? 16 × 3 അല്ലേ? അത് 48 ആവൂലേ? അപ്പോൾ എന്തായി? 16 + 14 30 ആണ്. ഇവിടെ എന്താവും? -16 3 -48 log 2 +16 log 2 ഇതെന്താ വരിക? 30 -48 + 16 എന്താ വരിക? -32 അല്ലേ? സോ 30 - 32 log 2 30 - 32 log 2 ആണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്തതാണ് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ക്വസ്റ്റ്യൻ.